ഹായ് ഫ്രണ്ട്സ്, തൊട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ട്രിപ്പിൻ്റെ 2ാം ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എന്തായാലും തണവായിട്ട് പിന്നെ എനിക്കാനേ തോന്നുന്നില്ലല്ലോ. അപ്പോൾ നല്ല തണവത്ത് നല്ല ഉറക്കമാണ്. നമ്മുടെ പുറത്തൊരു വ്യൂ ആണ് കേട്ടോ ഇത്. കണ്ട പുറത്തൊരു വ്യൂ നല്ലോണം കോടയൊക്കെ നിറഞ്ഞ് നല്ല രസം, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ, ചെറുതായിട്ട് കാറ്റ്, നല്ല തണവ്, അങ്ങനെയായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇവർ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും ഇവരുടെ ശബ്ദം കേട്ടിട്ട് ഞാനും ഏറ്റിട്ട് വന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി. അപ്പോഴേക്കും പിള്ളേഴ്സ് എല്ലാവരും ഏറ്റു. അപ്പോൾ ഞങ്ങൾ പിള്ളേഴ്സും ചേച്ചിമാരൊക്കെ കൂടിയിട്ട് ചായ കുടിക്കാൻ പോവാട്ടോ. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ഹോട്ടൽ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യും, നടന്ന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. കുടിക്കാൻ ഇവര് അവിടെ ബഹളം വെക്കലായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് പിള്ളേരും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെയാട്ടോ ചായ കുടിക്കാൻ വേണ്ടി. അവിടെ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു മലയാളീസിൻ്റെ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. ചായ കൊണ്ടുവന്നതും ചായ ഫസ്റ്റ് തട്ടി കളഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ പൈസയൊക്കെ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വന്നു പിള്ളേർ. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയതറിഞ്ഞിട്ട് ചേട്ടനും താനും വന്നതാണ് കേട്ടോ. സൂപ്പറല്ലേ, നമ്മളങ്ങനെ ഉണ്ടാക്കില്ലേ? നമ്മള് ഉണ്ടാക്കി വെച്ച പോലെ ഒരെണ്ണല്ലേ? ഓ, ഞാൻ കണ്ടിട്ടില്ല. ഇതെങ്ങനെയുണ്ട് ഇങ്ങനെ തൈ? ഇതിൻ്റെ ഉള്ളില് പിങ്കിൻ്റെ ഉള്ളില് വൈലറ്റ്. എനിക്ക് കോമ്പിനേഷൻ നോക്കി നല്ല കട്ടീൻ്റെ നല്ല അരളീരെ പോലത്തെ. അല്ല അരളിയേക്കാളും കട്ടിയാ. അപ്പൊ നമ്മള് ഫ്രഷായിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് റൂം മിഴി കുതിര കുതിര ഇതാണ് കേട്ടോ മോർണിംഗ്. ഓ സുന്ദര കുട്ടി കുളിച്ചു. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്യണം. സെറ്റായത് എന്താണ് ചാർജ് ചെയ്യാൻ വെക്കാൻ നോട്ടം കൂടെ തിരിച്ച മിഴിനെ കളർഫുൾ ആക്കണ്. എന്റെ ചേച്ചി മിഴി ഇരിക്കുമ്പോഴേ ബ്ലാക്ക് ആൻഡ് പിങ്ക് അല്ലേ, അപ്പൊ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്. അവിടെ ഒരു പട്ടിയുണ്ട്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. പട്ടി പോയെന്നോ? അപ്പോൾ നമ്മൾ വീണ്ടും അവിടേക്ക് ആ ഹോട്ടലിലേക്ക് തന്നെ വന്നു നോക്കാൻ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വീണ്ടും ഇരുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം, നമ്മൾ നേരത്തെ ഒരു 9 മണി ആവണേക്കാളും മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. വേഗം നമുക്ക് സ്ഥലങ്ങൾ കണ്ടിരുന്ന് നമുക്ക് തിരിച്ച് പോകണ്ടേ അത് കാരണം. അപ്പോൾ നമ്മൾ പൂരിയും പിന്നെ കുറേ പേര് മസാല ദോശ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അതിൽ മസാല ദോശ ഒന്നും വലിയ എയിം ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ല എന്നാ പറഞ്ഞത്, അത്രയ്ക്ക് എയിം ഉണ്ടായിരുന്നില്ല. പക്ഷെ പൂരി നല്ല രസമുണ്ടായിരുന്നു, മസാലയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്തത് നമ്മൾ ഇനി പോകാനായിട്ട് നിൽക്കാം. അപ്പോൾ വണ്ടി കാത്ത് നിൽക്കണേ. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് എങ്ങോട്ടാണ് പോകണമെന്നുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയ കാരണം ഒന്നും നമ്മളിങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടേക്കായിട്ട് വന്നത്. ഇവിടെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെ ഉള്ള ഗാർഡൻ സംഭവം സെറ്റാണ്. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ മഴയത്ത് ഇനിയിപ്പോൾ കുടയൊക്കെ ചൂടി അവിടെ ഇങ്ങനെ നടക്കുക എന്നുള്ളതും ഒക്കെ ഒരു വലിയ ടാസ്ക്കാണ്. അപ്പം നമ്മൾ അവിടെ കയറിയില്ല. അത് നമ്മൾ ലാസ്റ്റ് മഴയില്ലാത്ത സമയത്ത് വന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നേരമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ആട്ടോ പോണത് അല്ലേ? തണവ് ഉണ്ട്. എന്നാൽ അത്രയ്ക്ക് ഓവർ തണവൊന്നുമില്ല. ഇന്നലത്തെ അത്ര തണവൊന്നുമില്ല. ഈ നേരം ആയതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. മഴ ചെറുതായിട്ട് തൂളുണ്ട്. ഓക്കെ അവിടെ തിരിക്കണം. അപ്പോൾ ഇതേ ഇരിക്കുന്നത് നമ്മുടെ ഊട്ടിപ്പൂ കേട്ടാ. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിപ്പൂ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ? പിന്നെ അതെല്ലാം ഊട്ടിപ്പൂ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോകാറുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ മറന്നുപോയി. പിന്നെ നമുക്കധികം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി തട്ടാ. ചേട്ടന്മാരാന്ന് തോന്നുന്നു കുടിച്ചത്. ഞാൻ കുടിച്ചില്ല. കാരണം നമ്മളിപ്പം കഴിച്ചു വന്ന കാരണം എനിക്ക് കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ ദേ പൂക്കളൊക്കെ കുറേ വെറൈറ്റി പൂക്കൾ ഒക്കെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് കുറച്ച് സീനാണ്. കാരണം മഴയത്ത് ചെളിയും വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരു രസം തോന്നില്ല. എന്നാലും കുഴപ്പമില്ല. വലിയ മഴ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ ചാറ്റൽ മഴ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മഴയില്ലാത്ത സമയമാണെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. പിന്നെ മിഴിനെ പിടിച്ചാൽ കിട്ടില്ല. മിഴി ഇങ്ങനെ ഓടി നടക്കുക, ചെളിയിൽ ചവിട്ടുക, അങ്ങനെയൊക്കെ ആയ കാരണം അവളെ ഇങ്ങനെ തന്നെ പിടിക്കണം. പിന്നെ കാലുമ്മയും ഷൂലൊക്കെ നല്ലോണം ചെളിയായിരിക്കും. അത് കാരണം നമുക്ക് എടുക്കാനും പറ്റില്ല. അങ്ങനെ കുറച്ച് പണികളൊക്കെ കിട്ടിയിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതേ കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാനിട്ട് ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തിട്ട് വേണ്ടത് നിനക്ക്? നിനക്ക് എത്തിട്ട് വേണ്ട? ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? ആ ഓക്കെ ഡൺ പറയ്. എല്ലാവർക്കും ഐസ്ക്രീം വീട്ടില്ല. തണുത്ത ഐസ്ക്രീം എങ്ങനെയുണ്ടോ? ഒരാളോട് വെയിറ്റ് ചെയ്തിട്ടാ.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ ഇങ്ങനെ അവിടെ ബാഗൊക്കെ ഉണ്ട്, അപ്പോൾ റേറ്റൊക്കെ കുറവൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ബാഗൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് ഇന്ത്യച്ച് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി നോക്കിയായിരുന്നു കേട്ടോ. അവളും ഒരെണ്ണം വാങ്ങിച്ചു, ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. മുത്തേച്ച് അപ്പോൾ അവിടെ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പുറത്തെ ഷോപ്പിലേക്ക് പോവായിരുന്നു കേട്ടോ. അവിടെ റേറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാഗിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. നമ്മുടെ ഇവിടത്തേക്കാളൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു റേറ്റിനൊക്കെ. കൂടുതൽ നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമുക്ക് വേഗം പോകേണ്ട കാരണം വേഗം നമ്മൾ ഇറങ്ങി. അത് കാരണം അധികം പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇത് വാങ്ങിച്ചിട്ടോ മീക്കി കാണിച്ചത് അവിടെ തരും കാണിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അടുത്ത സ്ഥലം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പൈൻ ഫോറസ്റ്റും പിന്നെ ഷൂട്ടിംഗ് പ്ലേസും. അങ്ങനെ 2 സ്ഥലമായിരുന്നു. അതിൽ പൈൻ ഫോറസ്റ്റിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു പൈൻ ഫോറസ്റ്റിൽ പോകണ്ട, ഇപ്പോൾ അവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടത്തി വിടില്ല എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടേക്ക് പോയില്ല. പിന്നെ ഉള്ളത് ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു. അവിടെ പോവാനായിട്ട് ഇതാണ് കേട്ടോ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഈ ഏരിയ പോണ വഴി. അപ്പോൾ ഇവിടെ നമ്മളിത് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെയും കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് വണ്ടികൾ ഇങ്ങനെ കണ്ട പോലീസ് വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് അവിടെ നിർത്തിയിട്ട് കുറേ പേര് അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതിങ്ങനെ ആസ്വദിക്കാനായിട്ട് ഇങ്ങനെ റോഡ് അരികിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എമർജൻസി ആയിട്ട് വേഗം പൊക്കോളം പറഞ്ഞു, കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോവായിരുന്നിട്ട് ഇറങ്ങി ഫോട്ടോ എടുത്തു. അപ്പോഴേക്കും ഇങ്ങനെ കണ്ടപ്പോൾ വേഗം പോവാട്ടാ. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ കടുവ ഇറങ്ങിയത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല കേട്ടോ. പോലീസ് വണ്ടി വരുന്നുണ്ട് വേഗം പോവാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പോകാൻ പറഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിചാരം. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോഴാണ് പറയുന്നത് അവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നമുക്ക് 2 സ്ഥലത്തേക്ക് ഷൂട്ടിംഗ് പ്ലേസും പൈൻ ഫോറസ്റ്റും ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറേ ഹോട്ടൽ നമ്മൾ നോക്കി. ലാസ്റ്റ് ഒരു ഹോട്ടലിലേക്ക് വന്നു. ആ ഹോട്ടലല്ല നമ്മൾ കയറിയത്, ഇത് വേറെ ഹോട്ടലാണ്. ഞങ്ങൾ ഇരിക്കുന്നതൊക്കെ വേറെ ഹോട്ടലിലാണ്. അവിടെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്താ ബിരിയാണി മാത്രമല്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഹോട്ടലിൽ കയറിയതാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. കുറേ ഹോട്ടലിൽ കയറുന്ന കാരണം വീഡിയോ എടുത്ത് വെച്ചില്ല. അപ്പോൾ അതായത് ഞാൻ മെഴുക്ക് ചോറ് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് നല്ല കൂടുതലായിരുന്നു. പൊറോട്ടയ്ക്കൊക്കെ എന്താ പറയുക, ഒരു പൊറോട്ടയ്ക്ക് 50 രൂപയാണ്. ഒരു പൊറോട്ടയ്ക്ക് 50 രൂപയാണ് അവിടുത്തെ റേറ്റ്. അപ്പം അത് നല്ല കൂടുതലായിട്ടൊക്കെ തോന്നിയിട്ട് ഒരു പൊറോട്ടയ്ക്ക് 50 രൂപയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് എന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരുകളാണ് പൊറോട്ട വാങ്ങിച്ചത്, നമ്മളെല്ലാവരും ചോറ്, പിള്ളേഴ്സൊക്കെ പൊറോട്ട വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയായിട്ട് അത്രയ്ക്ക് രസമായിരുന്നത്. ഇറങ്ങി വരുമ്പോൾ നല്ല കോടയായിരുന്നു. കുറേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, നമ്മൾ അതിങ്ങനെ വീഡിയോ എടുക്കേണ്ട കാര്യം മറക്കും. അപ്പോൾ കോട കണ്ട അതിങ്ങനെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ ഫുൾ കോട നിറഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇട്ടാണ് പോയത്. ഇപ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല കണ്ടത്. ഞങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ മഴയില്ല, അവിടെ ഇറങ്ങുമ്പോൾ മഴ, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കലേ നമ്മൾ ആനക്കൂട്ടം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും അടുത്ത് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ആനക്കൂട്ടം കണ്ടത്. പക്ഷേ അത് ഇങ്ങനെ പാസ് ചെയ്യാറാവുമ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മളെല്ലാവരും കാണിച്ചു കൊടുത്ത് എല്ലാവരും കണ്ടു കേട്ടോ. തന്നെയാണ് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞപ്പോൾ വേഗം നോക്കിയപ്പോൾ ഭാഗ്യത്തിന് എല്ലാവർക്കും കാണാൻ പറ്റി. ന്യൂട്ടിയിൽ വന്നിട്ട് ഹൈ റേഞ്ച് കയറിയിട്ട് ആനകളെ കണ്ടില്ല എന്നുള്ളൊരു വിഷമം അങ്ങോട്ടായിരുന്നു. അത് മുമ്പിലെങ്ങാനും കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഞാനൊക്കെ അറ്റാക്ക് വന്ന് ചാവും. കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു മൃഗമാണ് ഈ ആന എന്നൊക്കെ പറയണത്. ഭാഗ്യത്തിന് ആനയ്ക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു, പക്ഷെ ആന പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല, അങ്ങനെ മുകളിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആനക്കൂട്ടത്തിനെ കണ്ട ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു.
അപ്പോൾ ദേ നമ്മൾ ഇങ്ങനെ കോടയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് ഒന്നും കാണില്ല, ഫുൾ കോടയാണ്. നമ്മൾ ഈ കോടയൊക്കെ കണ്ടപ്പോൾ ഫുൾ വണ്ടിയിൽ ബേളൊക്കെ വെച്ച് ഓളിയൊക്കെ ഇട്ട് ആ ഒരു വൈബ് സെറ്റിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കുറേ സ്ഥലത്ത് നിർത്തി കോടയൊക്കെ ആസ്വദിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ അത് വീഡിയോ എടുക്കേണ്ട കാര്യം നമ്മളങ്ങനെ മറക്കാറുണ്ട്. അപ്പോഴത്തെ ആ നിമിഷം നമ്മളിങ്ങനെ ആസ്വദിച്ച് പോവും. പിന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ ഓർക്കുക. അപ്പോൾ നമ്മളങ്ങനെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്, തലൂർക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ പിറ്റേ ദിവസമാണ് എല്ലാവരും വീട്ടിലേക്ക് പോയത് കേട്ടോ. 12 മണിയൊക്കെ ആവാറായിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി. കുറേ സ്ഥലത്ത് നമുക്ക് നല്ല ബ്ലോക്കായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.